ഒരു കാൽക്കുലേറ്റർ ആക്കാൻ പോവുകയാണ്. ഓക്കെ, കാൽക്കുലേറ്റർ ആക്കാൻ പോകുമ്പോഴത്തേക്ക് ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, 2 നമ്പേഴ്സ് വേണം. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചത് വെച്ചിട്ട് എന്ത് ചെയ്യുക, വേരിയബിൾസിനെ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്താണ്, num1 എന്ന് പറയുന്നത്. num1 എന്തിനാണ്, ഒരു നമ്പർ സ്റ്റോർ ചെയ്യാനായിട്ട്. എനിക്ക് ഇനി ഒരു നമ്പറും കൂടി സ്റ്റോർ ചെയ്യണ്ടേ, അതിന് വേണ്ടിയിട്ട് num2 എന്ന് പറയുന്ന ആളിനെ എടുത്തു. ഇതിൽ ഞാൻ ആകെ ഒരൊറ്റ ഓപ്പറേഷൻ ഈ കാൽക്കുലേറ്ററിൽ ചെയ്യാൻ പോകുന്നുള്ളൂ. ഏത്, സം എന്ന് പറയുന്ന ഒരൊറ്റ ഓപ്പറേഷൻ. അപ്പോൾ സം എന്ന് പറയുന്ന ഒരു വേരിയബിളും ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ എൻ്റെ മെമ്മറിക്കകത്ത് ഇപ്പോൾ എത്ര സ്ലോട്ട് ഉണ്ട്, ക്രിയേറ്റ് ആയിട്ടുണ്ട്, 3 എണ്ണം ക്രിയേറ്റ് ആയിട്ടുണ്ട്. 3ഉം ഏത് ഡേറ്റ ടൈപ്പാണ്, ഇൻറ്റിജർ ഡേറ്റ ടൈപ്പാണ്. 3ൻ്റെയും പേര് num1 num2 സം എന്ന് പറയുന്നത്. ഇനി എന്ത് ചെയ്യുക, num1ന് വാല്യൂ കൊടുക്കുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, num1 ഈസ് ഈക്വൽ ടു 10 എന്ന് കൊടുത്തു, num2 ഈസ് ഈക്വൽ ടു 20 എന്ന് കൊടുത്തു. ഓക്കെ, എന്നിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് കൊടുത്തു, സം ഈസ് ഈക്വൽ ടു num1 പ്ലസ് num2 എന്ന് കൊടുത്തു. അടുത്ത ലൈനിൽ എന്ത് കൊടുക്കും, പ്രിന്റ് എഫ് സം ഓഫ് %d ആൻഡ് %d ഈസ് %d കോമ num1 കോമ num2 കോമ സം. ഇതെന്തോ സംഭവിക്കുന്നത് വെച്ചാൽ സം ഓഫ് ഈ ആദ്യത്തെ %d ഇല്ലേ, അതിന് ആരെ വെച്ച് റിപ്ലേസ് ചെയ്യും, num1നെ വെച്ച് റിപ്ലേസ് ചെയ്യും. സം ഓഫ് num1 ആൻഡ് ഈ %d ആരെ വെച്ച് റിപ്ലേസ് ചെയ്യും, ഈ num2നെ വെച്ച് റിപ്ലേസ് ചെയ്യും. ആൻഡ് num2 ഈസ് എന്ത് %d, സമ്മിനെ വെച്ച് റിപ്ലേസ് ചെയ്യും. അപ്പോൾ എനിക്ക് എൻ്റെ ആൻസർ എന്ത് കിട്ടും, ദ സം ഓഫ് 10 and 20 ഈസ് എന്തെന്ന് കിട്ടും, 30 എന്ന് കിട്ടും. അതാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് വരാൻ പോകുന്നത്. ഞാൻ ഇനി ഈ പ്രോഗ്രാം ഒരു 100 തവണ റൺ ചെയ്താലും എനിക്ക് ഔട്ട്പുട്ട് എന്തേ കിട്ടത്തുള്ളൂ, 30 എന്നേ കിട്ടത്തുള്ളൂ. കാരണം നമ്മളിവിടെ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ട്, വാല്യൂസിനെ ഹാർഡ് കോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറയും. നമ്മളിവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, num1ൻ്റെ വാല്യൂ 10 ആണ്, num2ൻ്റെ വാല്യൂ 20 ആണ്. ഇനി നമ്മൾ അത് മാറ്റാൻ പോവുകയാണ്. അതിന് പകരം ഞാൻ എന്ത് ചെയ്യും, യൂസറിൻ്റെ കയ്യിൽ നിന്ന് നമ്പർ വാങ്ങാനായിട്ട് പോവുകയാണ്. ഓക്കെ, യൂസറിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു, നമ്പർ വാങ്ങാനായിട്ട് പോകുന്നു. അപ്പോൾ ഞാൻ ഫസ്റ്റ് യൂസറിന് മനസ്സിലാവേണ്ടേ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത്. അതിനായിട്ട് ഞാൻ എന്താ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതുന്നു, പ്രിന്റ് എഫ് എൻ്റർ 2 നമ്പേഴ്സ്, 2 നമ്പർ എൻ്റർ ചെയ്യാനായിട്ട് യൂസറിൻ്റെ അടുത്ത് പറയുന്നു. അടുത്ത ലൈനിൽ ഞാൻ എന്ത് കൊടുത്തു, സ്കാൻഎഫ് %d കോമ ആംബർസൻ num1 കോമ ആംബർസൻ num2. നമ്മൾ സ്കാൻഎഫ് എന്ന് പറയുന്നതാണ് യൂസറിൻ്റെ കയ്യിൽ നിന്ന് ഇൻപുട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. പ്രിന്റ് എഫ് ആണ് എന്ത് ചെയ്യുന്നത്, ഔട്ട്പുട്ട് പുറത്തോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്, അതായത് കൺസോളിലോട്ട് എഴുതി കാണിക്കാൻ പ്രിന്റ് എഫും, യൂസറിൻ്റെ കയ്യിൽ നിന്ന് ഒരു വാല്യൂ വാങ്ങാൻ യൂസ് ചെയ്യുന്നത് ആരെയാണ്, സ്കാൻഎഫിനെയാണ്. സ്കാൻഎഫിൻ്റെ സിൻടാക്സ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒന്നുമില്ല, സ്കാൻഎഫ് നേരത്തെ പോലെ തന്നെ അതൊരു ഫംഗ്ഷൻ ആണ്, ജസ്റ്റ് വെറും ഒരു ഫംഗ്ഷൻ കോളാണ് സ്കാൻഎഫ്. ഓക്കെ, ഇനി അതിൻ്റെ അകത്ത് നമ്മൾ എന്ത് കൊടുക്കും, ആദ്യം ഡബിൾ കോഡ്സ് കൊടുക്കും. ഡബിൾ കോഡ്സ് കൊടുത്തതിന് ശേഷം ഞാൻ ഫസ്റ്റ് എനിക്ക് ഒരു നമ്പർ റീഡ് ചെയ്യണമെങ്കിൽ എന്ത് കൊടുക്കും, %d അല്ലേ, ഞാൻ ഒരൊറ്റ നമ്പർ എനിക്ക് റീഡ് ചെയ്താൽ മതി. ഓക്കെ, കൊടുത്തു, കോമ ആ റീഡ് ചെയ്ത നമ്പർ, അതായത് യൂസർ അവിടെ ഒരു 5 എന്ന് പറയുന്ന ഒരു നമ്പർ എൻ്റർ ചെയ്താൽ അത് എവിടെ സ്റ്റോർ ആവണം, അതാണ് ഞാൻ ആംബർസൻഡ് num1 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഞാൻ ഈ ഒരു സ്കാൻഎഫ് സ്റ്റേറ്റ്മെൻറ്റ്, ഇതിപ്പോൾ നോക്കണ്ട, ഈ ഒരു സ്കാൻഎഫ് സ്റ്റേറ്റ്മെൻറ്റ് എത്തുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, യൂസർ അതാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് തരാം, അപ്പോഴത്തേക്ക് മനസ്സിലാവും. ഓക്കെ, num2ന് വാല്യൂ ഇല്ല, എന്നാലും ഇത് കുറച്ച് പേര് റണ്ണാവും, പിന്നെ എറർ. എൻ്റർ 2 നമ്പേഴ്സ് പറഞ്ഞിട്ടുണ്ട്, എൻ്റർ 2 നമ്പേഴ്സ് പറഞ്ഞ് എഴുതി കാണിച്ചു. ഓക്കെ, എൻ്റർ 2 നമ്പേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് ഇവിടെ കൊടുത്തൊരു പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അത് യൂസറിന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് എന്താണ് ചെയ്യാനുള്ളതെന്നുള്ളത്. അടുത്തതെന്ന് പറയുന്നത് എന്താണ്, സ്കാൻഎഫ് ആണ് പറഞ്ഞേക്കുന്നത്. അതാണ് ഇവിടെ വന്ന് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. എന്താ പറഞ്ഞേക്കുന്നത്, ഒരു വാല്യൂ എൻ്റർ ചെയ്യാൻ നമുക്കൊരു അവസരം തരുന്നുണ്ട്. അപ്പോൾ ഞാൻ 5 എന്ന് പറയുന്ന വാല്യൂവിനെ എന്ത് ചെയ്തു, എൻ്റർ ചെയ്തു. ആ വാല്യൂ, ഞാനിപ്പോൾ എൻ്റർ ചെയ്ത ആ വാല്യൂ ഇല്ലേ, അത് എവിടെ പോയി സ്റ്റോർ ആവും, num1ൻ്റെ അകത്ത് പോയി സ്റ്റോർ ആവും. അതാണ് ഈ എഴുതിയിരിക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ എൻ്റർ ചെയ്ത 5 എവിടെ സ്റ്റോർ ആവും, num1ൻ്റെ അകത്ത് പോയി സ്റ്റോർ ആവും. 2 നമ്പേഴ്സ് എൻ്റർ ചെയ്യാൻ പറഞ്ഞു, 5 and 2. ഓക്കെ, സം ഓഫ് 5 and 2 ഈസ് 7 എന്നും പറഞ്ഞു വന്നേണ്ടോ. ഇങ്ങനെയാണ് പ്രോപ്പറായിട്ട് അത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഒരു ബേസ് കാൽക്കുലേറ്റർ ചെയ്യാനായിട്ട് യൂസറിൻ്റെ ഇൻപുട്ട്. അതായത് ഞാനപ്പോൾ ഈ ഒരു പ്രോഗ്രാം ഞാൻ ഇനി വീണ്ടും റൺ ചെയ്താൽ എനിക്ക് എന്ത് ചെയ്യത്തില്ല, സം 7 എന്ന് തന്നെ കിട്ടുമോ, ഇല്ല. നമ്മൾ അപ്പോൾ എന്താ വാല്യൂ ആണോ കൊടുക്കുന്നത്, ആ വാല്യൂവിൻ്റെ അഡിഷൻ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. എൻ്റർ 2 നമ്പേഴ്സ്, ഞാൻ 1ഉം 3ഉം കൊടുത്തു, എൻ്റർ ചെയ്തപ്പോൾ എനിക്ക് ഔട്ട്പുട്ട് എന്ത് കിട്ടി, 4 എന്ന് കിട്ടി. അപ്പോൾ ഞാൻ ഇനി എത്ര തവണ റൺ ചെയ്താലും ഞാൻ കൊടുക്കുന്ന ഇൻപുട്ടിനനുസരിച്ച് എനിക്ക് എന്ത് മാറിക്കൊണ്ടിരിക്കും, സം മാറിക്കൊണ്ടിരിക്കും.